السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب زدنا علما. الحمد لله. നമ്മൾ ലെസൺ 4 വരെ കഴിഞ്ഞ് റിവിഷനൊക്കെ കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് എല്ലാവർക്കും അതൊക്കെ ക്ലിയർ ആയിട്ട് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി എവിടെയെങ്കിലും സ്റ്റക്കായി പോവുകയാണെങ്കിൽ ബാക്കോട്ടൊന്ന് മറിച്ച് നോക്കി ആ ഭാഗം ക്ലിയർ ആക്കുക. എന്നിട്ടും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ആരോടെങ്കിലും ഡൗട്ട് ചോദിക്കുക. ഗ്രൂപ്പിലുള്ള ആക്റ്റീവ് മെമ്പേഴ്സിൻ്റെ അടുത്തോ ഇനി പറ്റുമെങ്കിൽ എൻ്റെ അടുത്ത് തന്നെ ചോദിച്ചാലും കുഴപ്പമില്ല. ഡൗട്ട് വെച്ചിട്ട് മുന്നോട്ട് പോവുകയും വേണ്ട. ഡൗട്ട് ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് നിർത്താനും വിചാരിക്കേണ്ട ആരും. ഓക്കെ, ഇൻഷാ അല്ലാ. ഒരു മിനിറ്റിന്റെ കാര്യം ഉണ്ടാവുള്ളൂ. അപ്പൊ അത് ക്ലിയർ ആക്കിയിട്ട് പോവാം. അപ്പൊ നമ്മൾ ഇന്ന് ലെസൺ 5 സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി അങ്ങോട്ടുള്ള ലെസൺസ് ഒക്കെ ഇതുവരെ ഉള്ളതിനേക്കാളും കുറച്ചും കൂടെ വലുതും കുറച്ചും കൂടെ കൂടുതൽ കോൺസെപ്റ്റ്സും ഉണ്ടാവും ഇൻഷാ അല്ലാ. ഓക്കെ, അപ്പം ഈ ഒരു ലെസണിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ഉപയോഗിക്കുന്ന വാക്കെന്ന് പറയുന്നത്, നമ്മൾ ഇതുവരെ പല ഹർഫുകളാണ് യൂസ് ചെയ്തത് അല്ലേ, മിൻ, ഇല എന്നൊക്കെ ഉള്ള. ഇവിടെ നമ്മൾ പുതിയ ഒരു കാര്യമാണ്. പുതിയതെന്ന് വെച്ചാൽ ഗ്രാമർ അറിയുന്നവർക്കോ ഇതാണോ പുതിയതെന്ന് തോന്നിപ്പോവും. ഹാദ. ഓക്കെ, ഹാദ പൊതുവേ നമ്മൾ അറബി പഠിച്ചു തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം പഠിക്കുന്നത് ഇതാണ് അല്ലെ, ഹാദ, ഹാദിഹി, ദാലിക, തിൽക. ഇവിടെ നമ്മൾ ഇപ്പോഴാണ് ഹാദ എടുക്കുന്നത്. അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞ ഓരോ വാക്കുകളും അറബിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ഹർഫ് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പം അങ്ങനെ നോക്കുമ്പം ഹാദ എന്ന് പറയുന്നത് 7th മോസ്റ്റ് കോമൺ വേർഡാണ്. ഓക്കെ, കോമൺലി യൂസ്ഡ് വേർഡാണ് ഇൻ അറബിക്. ഏത്? ഹാദ. അത്രയും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇതിന് ഹാദനെ അറിയപ്പെടുന്നത് ഇസ്മു ഇഷാര എന്നാണ്. ഇസ്മു ഇഷാര. ഇഷാറ എന്ന് വെച്ചാൽ നമ്മൾ ചൂണ്ടിക്കാണിക്കാന്ന. അപ്പം ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ അതിന് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ എന്ന് പറയും. ഓക്കെ, ഇത് ഇസ്മ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇതുവരെ നമ്മൾ മിൻ, അല, ഇല ഒക്കെ പഠിച്ചത് ഹെർഫായിരുന്നു. ഇത് ഇസ്മ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇനി ഹാദന്റെ ഫീമെയിൽ വേർഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഹാദിഹി അല്ലെ. ഹാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് അല്ലെങ്കിൽ ഇത് എന്നാണ്. ദിസ്, അതിന്റെ ഫീമെയിൽ വേർഷൻ ഹാദിഹി. ഈ ഹാദന്റെയും ഹാദിഹിന്റെയും ഒക്കെ ഒരു പ്രത്യേകത, നമ്മൾ ഹാ എന്ന് നീട്ടി പറയുമെങ്കിലും അതിന് ഒരു എക്സ്ട്രാ ഹർക്കത്ത് അലിഫ് കൊടുത്ത് എഴുതാറില്ല. ഓക്കെ, ഇങ്ങനെ എഴുതുള്ളൂ. ഹദ, ഹദിഹി എന്നൊക്കെ എഴുതാറുള്ളൂ. അതിന് എക്സ്ട്രാ അലിഫ് എഴുതാറില്ല. പക്ഷെ അത് അണ്ടർസ്റ്റുഡ് ആണ്. ഹാദിഹി എന്ന് പറഞ്ഞാൽ ദിസ് തന്നെ, പക്ഷെ അതിന്റെ ഫീമെയിൽ വേർഷൻ. ഓക്കെ, അതേപോലെ അത് എന്ന് കാണിക്കുന്ന വാക്കാണ് ദാലിക. ദാലിക എന്ന് പറഞ്ഞാൽ ദാറ്റ്, മെയിൽ വേർഷൻ. ഓക്കെ, അടുത്തത് തിൽക്ക. തിൽക്ക പറയുമ്പോൾ ദാറ്റ്, ഫീമെയിൽ വേർഷൻ. ഈ ദാലിക്കയും തിൽക്കയും ദൂരെ ഉള്ളത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഓക്കെ, ഹാദ, ഹാദിഹി ആണെങ്കിൽ അടുത്തുള്ളത് പേര് ഇത് അതെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാലോ അല്ലെ. ഇനി നമുക്ക് മെല്ലെ എക്സാമ്പിൾസിലേക്ക് പോവാം. ആദ്യം നമ്മൾ എടുക്കുന്നത്, അതായത് പൊതുവെ നമ്മൾ ഏതെങ്കിലും ഒന്നിനെ ചൂണ്ടിക്കാണിക്കുക എന്ന് പറയുമ്പോൾ അത് ബൈ ഡിഫോൾട്ട് ഡെഫിനിറ്റ് ആവാണ് അല്ലെ. ഇന്നത്, ഇത് എന്ന് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അത് ഡെഫിനിറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഹാദർ റജുലു എന്ന് എഴുതാൻ നോക്കുക. ഹാദർ റജുലു. ഓക്കെ, റജുൽ നമുക്കറിയാം മാൻ അല്ലെ, ഒരു പുരുഷൻ എന്ന അർത്ഥം. ഇവിടെ ഈ അൽ ഉള്ളത് കൊണ്ട് ഇത് ഡെഫിനറ്റ് ആണ്.
പൊതുവേ ഹാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡെഫിനറ്റ് ആണ്. നമ്മൾ ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷിലേക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ദിസ് ദ മാൻ എന്നാണ് അല്ലെ. ശരിക്കും ഈ ഒരു ദ ഇവിടെ അനാവശ്യമാണ്. ഓക്കെ, കാരണം ഓൾറെഡി ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഡെഫിനറ്റ് പറഞ്ഞു. നമ്മൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ദനെ അല്ലെങ്കിൽ ഡെഫിനറ്റിനെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ആയിട്ട് ഉപയോഗിച്ച ഒരു കാര്യമായിരുന്നു ബ്രാക്കറ്റിൽ ആ എന്നിട്ടിട്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇവിടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിട്ട് ഈ ആ മനുഷ്യൻ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല അല്ലെ. അപ്പം ഈ ദിസ് എന്ന് എഴുതുമ്പോൾ നമ്മളൊരു എക്സ്ട്രാ ഡെഫിനറ്റിന്റെ ട്രാൻസ്ലേഷന്റെ ആവശ്യമില്ല. ഇതിനെ നമ്മൾ ദിസ് മാൻ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ദിസ് മാൻ, ഈ മനുഷ്യൻ അല്ലെങ്കിൽ ഈ പുരുഷൻ എന്ന് എഴുതിയാൽ മതി ഹാദ വരുമ്പോ. ഓക്കെ, മാത്രല്ല ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഹാദർ റജുലു എന്ന് പറയുന്ന ഇത് ഒരു സിംഗിൾ യൂണിറ്റ് ആണ്. ഓക്കെ, ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റൂല, ഇതിന്റെ ഇടയ്ക്ക് ഒന്നിനെയും കേറ്റാനും പറ്റൂല. ഓക്കെ, നമ്മൾ എന്ത് എഴുതുകയാണെങ്കിലും ഇനിയിപ്പോ ഇതിനൊരു വിശേഷണം കൊണ്ടുവരാണെങ്കിൽ പോലും എന്താണ് ഇതിന്റെ നടുവില് റജുലിനൊരു വിശേഷണം കൊണ്ടുവരാണെങ്കിൽ പോലും ഇതിന്റെ നടുവിൽ കയറ്റാൻ പറ്റൂല. ഫ്രണ്ടിലോ ബാക്കിലോ, അതായത് ഹാദർ റജുലുവിന്റെ മുന്നെയോ ഹാദർ റജുലുവിന്റെ ബാക്കിലോ കയറ്റാൻ പറ്റുള്ളൂ. അപ്പം ഇതൊരു സിംഗിൾ യൂണിറ്റ് ആണ്. ഓക്കെ, ഹാദ പ്ലസ് ഒരു അൽ അല്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ അതൊരു സിംഗിൾ. ഇതൊക്കെ കേൾക്കുമ്പോൾ ചെറുതായിട്ടൊരു കൺഫ്യൂഷൻ ഒക്കെ തോന്നിയേക്കാം, പക്ഷെ നമ്മൾ സാവധാനം എക്സാമ്പിൾസ് ഒക്കെ എടുക്കുമ്പോൾ കാര്യം മനസ്സിലാവും. ഓക്കെ, ഇനി നമ്മൾ വിചാരിക്കും ഈ ഹാദർ റജുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് മാൻ, ദിസ് ദ മാൻ എന്നൊക്കെ കഷ്ടപ്പെട്ട് എഴുതുന്നതിന് പകരം ദിസ് ഈസ് ദ മാൻ എന്ന് എഴുതിക്കൂടെയെന്ന്. ദിസ് ഈസ് ദ മാൻ അല്ലേ, ഇതാണ് ആ മനുഷ്യൻ എന്ന് എഴുതിക്കൂടെ എന്ന് തോന്നിയേക്കാം. ഓക്കെ, അത് ഇങ്ങനെ എഴുതാൻ പറ്റൂല, അതിന് നമുക്ക് വേറെ ഒരു യൂസേജ് ഉണ്ട്. ഓക്കെ, ഇതിന്റെ അർത്ഥം ഒരിക്കലും ഇങ്ങനെ ആവൂല, അത് എഴുതുന്ന രീതി വേറെ ഉണ്ട്. അപ്പം ഹാദർ റജുലു എന്ന് എഴുതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹാദൽ ബൈത്തു എന്ന് എഴുതി കഴിഞ്ഞാൽ ദിസ് ഹൗസ്. ഓക്കെ, അപ്പൊ അതിനകത്തുള്ള ദ എന്ന് പറയുന്ന എക്സ്ട്രാ ഡെഫിനറ്റിന്റെ വാക്ക് നമ്മൾ അങ്ങ് ഒഴിവാക്കാണ്. ഈ വീട്, ഈ മനുഷ്യൻ, ഈ പുരുഷൻ, ഈ പെണ്ണ് അങ്ങനെ പറഞ്ഞിട്ട് ആ ദ എന്നുള്ളതിനെ നമ്മൾ എക്സ്ട്രാ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഒഴിവാക്കും ദിസ് വരുമ്പോൾ. കാരണം ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ട് നമ്മൾ എന്തിനെങ്കിലും ഒന്നിനെ ഇത് എന്ന് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അത് എന്താവാണ്, അവിടെ ഡെഫിനറ്റ് ആവാണ്, ഇന്നതാണ് എന്ന് മനസ്സിലാവാണ്. ഓക്കെ, ഇനി ഈ ഞാൻ പറഞ്ഞു ഇതിനിപ്പോ നമ്മള് ദിസ് ഈസ് ദ മാൻ ഹാദർ റജുലുന് എഴുതാൻ പറ്റൂല എന്നല്ലേ. ഇപ്പം ദിസ് ഈസ് ദ മാൻ എന്ന് പറയുമ്പോൾ ഹാദ എന്നുള്ളത് സബ്ജക്റ്റും റജുലു എന്നുള്ളത് പ്രെഡിക്കേറ്റ് അല്ലെങ്കിൽ മുബ്തദവും ഖബറും പോലെയാണ് വരിക അല്ലെ. അങ്ങനെ ഈ ഒരു രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റില്ല, അത് നമുക്ക് പിന്നെ പഠിക്കാം. പക്ഷേ ഈ ഹാദർ റജുലു എന്നുള്ള ഇതുണ്ടല്ലോ, നമ്മൾ പറഞ്ഞാൽ അത് രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് വേറെ ആരെയും കയറ്റാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും എന്താണ് ഒരു കംപ്ലീറ്റ് സെന്റൻസ് അല്ല. ഓക്കെ, ഇത് സെന്റൻസ് അല്ല, പകരം ഇതെന്താണ്, ഫ്രേസ് ആണ്. ഓക്കെ, ഈ പുരുഷൻ, ഈ മനുഷ്യൻ എന്നൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു ഫ്രേസ് ആണ് ഇത്. അപ്പൊ ഇതിനെ കംപ്ലീറ്റ് സെന്റൻസ് ആക്കണമെങ്കിൽ ഇതിന്റെ കൂടെ വേറെന്തോ കൂടെ വരണം അല്ലെ, അപ്പോഴേ അതിനൊരു കംപ്ലീറ്റ് സെന്റൻസ് ആക്കാൻ പറ്റുള്ളൂ. നമ്മൾ ആ ഫ്രേസ് സെന്റൻസ് കോൺസെപ്റ്റ് ഒക്കെ നല്ല ക്ലിയർ ആയിരിക്കണം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഒരു നമ്മൾ ഡൗട്ട് ക്ലിയറൻസ് ക്ലാസ്സിലാന്ന് തോന്നുന്നു കുറച്ച് ക്ലിയർ ആക്കി എടുത്തത്, അതൊന്നും കൂടെ കേട്ടു നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം ഇതിനെ നമുക്കൊരു കംപ്ലീറ്റ് സെന്റൻസ് ആക്കി എഴുതണം എന്ന് വിചാരിക്കുക. എങ്ങനെ എഴുതും? അപ്പം ഹാദൽ വലതു, ഇതിപ്പോ നമ്മൾ പറഞ്ഞ പോലെയുള്ള ഒരു കാര്യമാണ്. ഹാദൽ വലതു എന്ന് പറഞ്ഞാല് ഇതൊരു ഫ്രേസ് ആണ് അല്ലെ. ദിസ് ദ ബോയ് അല്ലെങ്കിൽ ദിസ് ബോയ്, ഇതിനെ ഞാൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു വിശേഷണം കൊടുക്കുക, സഗീറുൻ. ഇപ്പൊ എന്തായി, ഇതൊരു കംപ്ലീറ്റ് സെന്റൻസ് ആയി. ഈ പാർട്ട് ഇതിൻ്റെത്, ഇതൊരു ഫ്രേസ് ആണ്, പ്ലസ് ഇതെന്താണ്, മുബ്തദ ആണ്. ഇതിന്റെ ഈ പാർട്ട് ഒരു വാക്കാണെങ്കിലും ഇതെന്താണ്, ഖബറാണ്. ഇപ്പൊ ഇത് എന്തായി, ഒരു കംപ്ലീറ്റ് സെന്റൻസ് ആയി. ഓക്കെ,
ഇത് കംപ്ലീറ്റ് സെന്റൻസ് ആയി. ഇതിനകത്ത് ഈ പാർട്ട് മാത്രം എടുക്കുമ്പോൾ എന്താണ്, ഇത് മാത്രം എടുക്കുമ്പോൾ അതൊരു ഫ്രേസ് ആണ്, അത് ഒരു മുക്തദവും ആണ്. അപ്പം ഇതിനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ദിസ്, അല്ലേ, ദ ബോയ് എന്നുണ്ട്. അപ്പൊ ഈ ദ വേണ്ട, നമുക്ക് ശരിക്കും ദിസ് ബോയ് ഇസ് സ്മോൾ. ഈ ദ ഞാൻ ഇപ്പം എഴുതുന്നത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അല്ല ഇവിടെ പോയി എന്നൊരു കൺഫ്യൂഷൻ വരരുതെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം ദിസ് ബോയ് ഈസ് സ്മോൾ എന്ന് എഴുതിയാൽ മതി. മലയാളത്തിൽ എഴുതുമ്പോൾ ഈ ആൺകുട്ടി ചെറുതാണ് അല്ലെങ്കിൽ ചെറിയവനാണ് എന്നുള്ള രീതിയിൽ. ഓക്കെ, ഈ ആ ആൺകുട്ടി എന്ന് എഴുതരുത് ഒരിക്കലും. അപ്പൊ നമ്മൾ ആ എന്നുള്ള ആവശ്യം ഇനി ഹാദന്റെ കൂടെ നമുക്ക് ആവശ്യമില്ല. കാരണം ഓൾറെഡി ഹാദ ഹാദിക്ക് ദാലിക്കത്തിൽക്ക ഓൾറെഡി അവിടെ നമ്മൾ ഡെഫിനറ്റ് ആക്കുകയാണ്. മനസ്സിലായോ? ഫൈൻ. ഇനി ഇതന്നെ ഇപ്പം ഈ ഹാദൽ വലതു എന്ന് പറയുന്നത് മൊത്തത്തില് ഇവിടെ ഈ ഒരു സെന്റൻസിൽ പ്രെഡിക്കേറ്റ് ആയിട്ട് വരുന്നു എന്ന് പറഞ്ഞു അല്ലേ. ഇനി അതിന് ഒരു സബ്ജക്റ്റ് അല്ല എന്താണ് മുബ്തദ ആയിട്ട് വരുന്നു എന്ന് പറഞ്ഞു, അതായത് സബ്ജക്റ്റ് ആയിട്ട് വരുന്നു പറഞ്ഞു. അതിന് ഇനി പ്രെഡിക്കേറ്റ് ആയിട്ട് വരുന്ന ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. മൻ ദാലിക താലിബു. മൻ ദാലിക താലിബു. ഇവിടെയും ഈ പറഞ്ഞ പോലെ ഈ ദാലിക താലിബു എന്നുള്ളത് ഫ്രേസ് ആണ്, പിന്നെ ഖബറാണ്. ഓക്കെ, അപ്പം ഇത് മൊത്തത്തിൽ ഒരു ഫ്രേസ് ആയിട്ട് ഖബറായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അതിന്റെ അർത്ഥം ഹൂ ഇസ് ദാറ്റ് സ്റ്റുഡൻറ്, ഹൂ ഇസ് ദാറ്റ് സ്റ്റുഡൻറ്. കാരണം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിച്ചപ്പം ഓരോ വാക്കിനെയും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് പഠിച്ചത് അല്ലേ. അപ്പൊ അൽ ഉണ്ടെങ്കിൽ അവിടെ ഒരു ആ അല്ലെങ്കിൽ ദ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനി ദിസ് ദാറ്റ് ഒക്കെ വരുമ്പോൾ, അതായത് ഇസ്മു ഇഷാറ വരുമ്പം ആ ദ നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ അല്ലേ. നമ്മൾ ഈ പറഞ്ഞ 4 കാര്യങ്ങളും നമ്മൾ ഇതുവരെ പഠിച്ചത് അല്ല പറഞ്ഞത് ഹാദ ഹാദിഹി ദാലിക തിൽക അല്ലെ. ഹാദ ഹാദിഹി ദാലിക തിൽക. ഇത് 4ഉം ഇതിന് ഇഅ്റാബിന് ഒരു ചേഞ്ചും ഉണ്ടാവില്ല. ഏത് സിറ്റുവേഷനിൽ യൂസ് ചെയ്യുമ്പോഴും അറാബിന് ചേഞ്ച് ചെയ്യില്ല. ഇതുപോലെ നമ്മൾ മുന്നേ ഒരു വാക്ക് പഠിച്ചിട്ടുണ്ട്, ഏത് സിറ്റുവേഷനിൽ യൂസ് ചെയ്താലും ചേഞ്ച് ആവാത്തത്. ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ജിദ്ദൻ അല്ലെ. ജിദ്ദൻ എന്നുള്ള വാക്ക് ഒരിക്കലും അതിന് ഒരു ചേഞ്ച് വരില്ല. അത് ഏത് സിറ്റുവേഷനിൽ ഉപയോഗിച്ചു കഴിഞ്ഞാലും അത് ജിദ്ദൻ തന്നെയാണ്. ഇവിടെ അതുപോലെ ഹാദ ഹാദിഹി ദാലിക തിൽക ഇസ്മാണെങ്കിൽ പോലും അതിന് ഏത് സിറ്റുവേഷനിൽ യൂസ് ചെയ്താലും അതിനൊരു ചേഞ്ച് വരില്ല. പകരം നമ്മൾ അതിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള, ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഹാദർ റജുലു അങ്ങനെയൊക്കെ പറയുന്ന ആ റജുലു എന്ന് പറയുന്ന ആ ഒരു നൗൺ ഉണ്ടല്ലോ, അതിനോട് അറ്റാച്ച് ചെയ്ത് വരുന്ന നൗണ്, അതിന് ചേഞ്ച് വരും സിറ്റുവേഷൻ അനുസരിച്ച്. അതിന് എക്സാമ്പിൾ നോക്കാം. മിൻ മിൻ ഹാദർ റജുലി. ഓക്കെ, ഇവിടെ മിൻ വന്നാലും ഹാദക്ക് യാതൊരു മാറ്റവും വരൂല. പക്ഷെ ഹാദനോട് അറ്റാച്ച് ചെയ്ത റജുലിന് എന്ത് മാറ്റം വരൂ? മിന്നിനോട് ചേർന്നിട്ട് അത് എന്തായി മാറും? മജറൂർ ആയിട്ട് മാറും അല്ലെ. അടുത്തത് ഇന്ന ഹാദ റജുല. ഇന്ന ഹാദ റജുല. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഇന്ന അല്ലെ, ഇന്നന്റെ ഇസ്മാണിത്, ഇന്നന്റെ മുബ്തദ ആണിത്. ഹാദക്ക് യാതൊരു മാറ്റവും വരൂല. പകരം റജുല എന്താവും? മൻസൂബാവും അല്ലെ, ഈ ഇന്ന വന്നത് കൊണ്ട്. ഓക്കെ, അപ്പം ഹാദക്ക് യാതൊരു രീതിയിലുള്ള മാറ്റവും വരൂല. ഇനി വേറൊരു കാര്യം ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഹാദ, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന നൗണിനനുസരിച്ച് ഈ ഹാദയും ഹാദിഹിയും മാറും.
ഓക്കെ, ഇപ്പൊ നമ്മൾ ഇതുവരെ ഹാദർ റജുല് ഹാദർ വലതൊക്കെയാണ് പറഞ്ഞത്, ഹാദൽ വലതൊക്കെ പറഞ്ഞത് അല്ലെ. ഇനി ഹാദിഹി അൽമർഅതു, ഹാദിഹിൽ മർഅതു. ഹാദിഹിൽ മർഅതു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദിസ്, ഇതാ നമുക്ക് എഴുതേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ, നമ്മൾ ദാ ഒഴിവാക്കി ഇവിടെ, ദിസ് വുമൺ. അപ്പം ഇത് ഫീമെയിൽ ആയതുകൊണ്ട്, മർഅത്ത് ഫീമെയിൽ ആയതുകൊണ്ട് ഹാദിഹിയും എന്തായി, ഫീമെയിൽ ആയി. ഹാദൽ മർഅത്തു എന്ന് എഴുതാൻ പാടില്ല, ഈ സ്ത്രീ. ഓക്കെ, അതിനുള്ള വേറെ എക്സാമ്പിൾസ് ആണ്. ഹാദിഹിൽ മദീനത്തു. ഓക്കെ, ഹാദിഹിൽ മദീനത്തു എന്ന് പറഞ്ഞാല് ദിസ് സിറ്റി അല്ലെ. ഹാദൽ മദീനത്തു പറയാൻ പറ്റില്ല, കാരണം ഇത് ഫീമെയിൽ ആണ്. ഇനി വേറെ എക്സാമ്പിള്, ഹാദൽ മുദർരിസു. ഹാദൽ മുദർരിസ് എന്ന് പറഞ്ഞാല് ദിസ് ടീച്ചർ അല്ലെ, ഇത് മെയിൽ ടീച്ചറാണ്. അതുകൊണ്ട് നമ്മൾ ഹാദയും യൂസ് ചെയ്തത്. ഓക്കെ, മുദർരിസത്ത് ആണെങ്കിൽ ഹാദിഹി ആയനെ. ഇനി ഫീമെയിലിന് 1-2 എക്സാമ്പിൾ എഴുതാം നമുക്ക്. ഹാദിഹിൽ അർദു. അർദ് ഭൂമി അല്ലെ, ഭൂമി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫീമെയിൽ ആണെന്ന്. അപ്പൊ ദിസ് എർത്ത്, ഈ ഭൂമി. അടുത്തത് ഹാദിഹിൽ യദു. യദ് നമ്മൾ പറഞ്ഞു ഹ്യൂമൻ ബോഡി പാർട്സ് പെയർ ആയിട്ടുള്ളതൊക്കെ ഫീമെയിൽ ആണ്, അതുകൊണ്ട് ഹാദിഹി, അൽ യദുന് ഹാദിഹി. ഓക്കെ, ഈ കൈ. അപ്പം ഇതാണ് ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഹാദിഹി. നമ്മൾ ഇതിന്റെ അടുത്ത ലെവലിലേക്ക് പഠിക്കും. അതിന് മുമ്പ് നമുക്കൊരു ചെറിയ എന്താണ് ഡ്രിൽ, അതായത് എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾസ് നമ്മൾ എഴുതുന്ന സ്റ്റൈൽ ഓർമ്മയുണ്ടല്ലോ അല്ലെ. ആദ്യം ഞാൻ അതിന്റെ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതും, നിങ്ങൾ അതിന്റെ കൂടെ അറബി എഴുതി നോക്കുക, എന്നിട്ട് നമ്മൾ കറക്റ്റ് ചെയ്യാം. ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും, ഇപ്പം ഒരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മെല്ലെ മെല്ലെ നമുക്കത് ക്യാച്ച് ചെയ്തെടുക്കാം. കുറച്ച് തെറ്റിക്കോട്ടെ, എന്നാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ആദ്യത്തെ സെന്റൻസ്, ആർ യു ഫ്രം ദിസ് അറബിക് സ്കൂൾ. നിങ്ങൾ ഈ അറബിക് സ്കൂളിൽ നിന്ന് ആണോ? നീ, ഓക്കെ, നിങ്ങളല്ല, നീ പുല്ലിംഗം ഏകവചനം. ആർ യു ഫ്രം ദിസ് അറബിക് സ്കൂൾ. എല്ലാവരും എഴുതിക്കോളാം, ഞാനും എഴുതുന്നുണ്ട്, സ്ക്രീനിലേക്ക് ആരും നോക്കണ്ട. ഓക്കെ, അപ്പം ആർ യു അല്ലേ, ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഹൽ വെച്ച് തുടങ്ങാം. യു പുല്ലിംഗ ഏകവചനം അൻത, ഫ്രം മീൻ, ദിസ് അറബിക് സ്കൂൾ അല്ലെ. സ്കൂൾ എന്ന് പറയുന്നത് നമുക്കറിയാം മദ്രസയാണെന്ന്, അതുകൊണ്ട് എന്താകണം, ഹാദ വേണോ ഹാദിഹി വേണോ എന്നുള്ള തീരുമാനമായി അല്ലെ. ദിസ് ആണ്, അപ്പൊ എന്തായാലും ദാലിക്ക തിൽക്ക അല്ല, ദിസ് അറബിക് സ്കൂൾ എന്ന് പറയുമ്പോൾ ദിസ് സ്കൂൾ എന്ന് പറയുമ്പോൾ ഹാദിയിൽ മദ്രസത്തി. അതിന് സംശയമൊന്നുമില്ലല്ലോ അല്ലെ. ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മൾ ഹൽ എഴുതി, യു പുല്ലിംഗ ഏകവചനാണെന്ന് പറഞ്ഞുകൊണ്ട് അൻത എഴുതി, ഫ്രം മിൻ
അത് നമുക്കറിയാം. ഇനി നമ്മളത് ദിസ് അറബിക് സ്കൂളാണ്. ഇതിൽ നമുക്കറിയാം അറബിക് എന്ന് പറയുന്ന സ്കൂളിന്റെ വിശേഷണമാണ്. അത് നമ്മൾ അവസാനമേ എഴുതുള്ളൂ. സ്കൂളാണ് ഇവിടുത്തെ ഇസ്മ. ഈ സ്കൂളിനാണ് നമ്മൾ ദിസ് ഉപയോഗിച്ച് എഴുതേണ്ടത്. സ്കൂളിന്റെ വേർഡ് എന്താണ്? മദ്രസ. മദ്രസ ഫീമെയിൽ ആണ്. അപ്പം നമ്മൾ ദിസിന് എന്ത് ഉപയോഗിക്കണം? ഹാദിഹി. അപ്പം ഹാദിഹിൽ മദ്രസത്തി അല്ലേ? നമ്മൾ പറഞ്ഞു ദിസ് ദ എന്ന് പറയൂല ഇവിടെ. ദിസ് അറബിക് സ്കൂൾ എന്ന് പറഞ്ഞാൽ തന്നെ അത് ഡെഫിനിറ്റ് ആണെന്നാണ് അർത്ഥം. അപ്പൊ ഹാദിഹിൽ മദ്രസത്തി. ഇനി ഇതിനൊരു അറബിക്ക് കൊടുത്താൽ മതിയല്ലോ. അറബിക് എന്ന് പറഞ്ഞാൽ അല്ല അറബിയ അല്ലെ? നമ്മൾ ഇസ്മ നിസ്ബ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അറബിയ മദ്രസത്തി ആവുമ്പോ അറബിയത്തി. ഓക്കെ, സിമ്പിൾ ആണ്. ഗ്യാപ്പ് വന്നതുകൊണ്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. കുഴപ്പമില്ല, നമുക്ക് മെല്ലെ ക്യാച്ച് ചെയ്തെടുക്കാം. ഇനി അടുത്തത്, അല്ല ഇതിന്റെ ഈ ക്വസ്റ്റ്യൻ ആൻസർ എഴുതാണ്. യെസ്, അതെ. ദിസ് അറബിക് സ്കൂൾ, ഈ അറബിക് സ്കൂള് is indeed my school. നിശ്ചയമായും എൻ്റെ സ്കൂൾ ആണ്. is indeed my school. നിശ്ചയമായും എൻ്റെ സ്കൂൾ ആണ്. ഓക്കെ, അപ്പം നിശ്ചയമായും ഒക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലെ? അപ്പൊ എഴുതിക്കോ, ഇങ്ങോട്ടാരും നോക്കാം. നിശ്ചയമായും ഈ അറബിക് സ്കൂൾ അല്ല അതേ, ഈ അറബിക് സ്കൂൾ നിശ്ചയമായും എൻ്റെ സ്കൂൾ ആണ്. ഓക്കെ, എഴുതിയല്ലോ അല്ലെ? അപ്പൊ എന്താണ് എഴുതിയിട്ടുള്ളത് നോക്കാം. യെസ് എന്ന് പറയുമ്പോൾ അതെ അല്ലെ? യെസ്, നാം. ദിസ് അറബിക് സ്കൂൾ ഇസ് ഇൻഡീഡ് മൈ സ്കൂൾ. ഇൻഡീഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്നാണ് അല്ലെ? ഇന്ന നമ്മൾ ആദ്യം കൊണ്ടുവരണം. ഇന്ന എന്താണ്? ദിസ് അറബിക് സ്കൂൾ. ഇവിടെയും അതുപോലെ അറബിക് വിശേഷനാണ്, അങ്ങോട്ട് കൊണ്ട് ദിസ് സ്കൂൾ എന്ന് നമ്മൾ എഴുതാണ്. ഹാദിഹിൽ മദ്രസത്ത. ഓക്കെ, ആദിഹിക്ക് മാറ്റമൊന്നും വരൂല എറാബിന്. മദ്രസക്ക് ഇന്നക്കനുസരിച്ച് ഒരു മാറ്റം വരും അല്ലെ? മദ്രസത്ത, ഇന്ന ഹാദിഹിൽ മദ്രസത്ത പ്ലസ് ഈ അറബിക്കിനെ കൊണ്ടുവരണം. അല്ല അറബിയത്ത, ബിക്കോസ് മദ്രസക്ക് കൊടുക്കുന്ന വിശേഷനാണ് അറബിയ. അതുകൊണ്ട് അത് സ്ത്രീലിംഗമായിരിക്കണം, മാരിഫ ആയിരിക്കണം, ഏകവചനായിരിക്കണം, മൻസൂബായിരിക്കണം. അപ്പം ഇന്ന ഹാദിഹിൽ മദ്രസത്ത മൈ സ്കൂൾ, മദ്രസത്തി എൻ്റെ സ്കൂളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ എഴുതാം. ഹൂ ഇസ് ദ ടീച്ചർ ഇൻ ദാറ്റ് ക്ലാസ്? ഈ എഴുതുന്നത് തെറ്റിപ്പോയാലും തീരെ എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്നും കുഴപ്പമില്ല, അതൊക്കെ നോർമലാണ്. ഗ്യാപ്പിന്റെ മറവി ഉണ്ടാവും. പിന്നെ കുറെ നാളായി നമ്മൾ ഇതൊക്കെ പഠിച്ചു വെച്ചിട്ട് അതിൻ്റെ ഇത് ഉണ്ടാവും. ഒന്നും കുഴപ്പമില്ല, നമ്മൾ കുറച്ച് നമ്മളെ ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക, ട്രൈ ചെയ്യുക, തെറ്റട്ടെ ട്രൈ ചെയ്യുക. പിന്നെ നമുക്ക് തന്നെ സമയം കൊടുക്കുക. ഓക്കെ, അതൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് സമയം കൊടുക്കുക. വൈ ഫത്ഹ ഇൻ മദ്രസത്ത, ഇന്ന വന്നത് കൊണ്ട്. ഓക്കെ, ഇന്ന ഹാദിഹിൽ മദ്രസത്ത. പുതിയ ആളാണോ അത്? ഫാത്തിമ റിസാന. റിസാന, ഇത് നമ്മൾ ഇന്ന പഠിച്ചപ്പോ പഠിച്ചതാണ്. അതായത് ഇന്നയുടെ ഇസ്മ എന്തായിരിക്കണം? മൻസൂബ് ആയിരിക്കണം. അപ്പം ഹാദിഹിക്ക് മാറ്റമൊന്നും വരൂല. ഇന്ന ഹാദിഹിൽ മദ്രസത്ത. ഓക്കെ, മദ്രസക്കാണ് അവിടെ മാറ്റം വരാം. മദ്രസ മൻസൂബാവും. മദ്രസ മൻസൂബാവുമ്പോൾ മദ്രസയുടെ വിശേഷണം സിഫയായ അറബിയെയും മൻസൂബാവും. അങ്ങനെ ഇന്ന ഹാദിഹിൽ മദ്രസത്ത. ഓക്കെ, ഇനി ഹൂ ഇസ് ദ ടീച്ചർ ഇൻ ദാറ്റ് ക്ലാസ്? അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് എഴുതാൻ
പറ്റൂലാന്ന് തോന്നും, കുഴപ്പമില്ല, എഴുതുക, തെറ്റിക്കോട്ടെ, എല്ലാ വാക്കും തെറ്റിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല, എഴുതുക. നമ്മളൊന്ന് പുഷ് ചെയ്ത് ട്രാക്കിലേക്ക് കയറി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യത്തെ എക്സാമ്പിൾസ് നിങ്ങൾ കൂളായിട്ട് എഴുതിക്കോളും. പക്ഷെ ഇപ്പം പറ്റൂലാന്ന് വിചാരിച്ചു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. അപ്പം ഹൂസ് ദ ടീച്ചർ ഇൻ ദാറ്റ് ക്ലാസ്, ആരാണ് ആ ക്ലാസ്സിലെ അധ്യാപിക? ഓക്കെ, എന്നാണ് ചോദ്യം ഇവിടെ. ഹൂ ഇസ് ദ ടീച്ചർ ഇൻ ദാറ്റ് ക്ലാസ്? അപ്പം അതിന് എഴുതിക്കോ നിങ്ങൾ ഇൻഷാ അല്ലാ. ഇവിടുത്തെ ടീച്ചർ ഫീമെയിൽ ആണ് കേട്ടോ, ഫീമെയിൽ ടീച്ചറാണ്. അപ്പം ഹൂ എന്ന് പറയുമ്പോൾ മൻ അല്ലേ, അതെല്ലാരും പഠിച്ചിട്ടുണ്ടല്ലോ, മൻ. ഹൂ ഇസ് നമ്മൾ ട്രാൻസ്ലേഷനിൽ എഴുതാറില്ല. ദ ടീച്ചർ ഫീമെയിൽ ആകുമ്പോൾ അൽ മുദരിസ. അപ്പം മൻ അൽ മുദരിസ എന്ന് പറയുമ്പോൾ മനിൽ മുദരിസ അല്ലേ. ഇതിന്റെ രണ്ട് സുക്കൂന് അടുത്തടുത്ത് വരുമ്പോൾ ഇത് എന്താവും, മജറൂർ ആവും. മൻ അല്ല, മന്നിന് ഒരു കെസ്ര ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഇതിനെ ജോയിൻ ചെയ്യുന്നത്. അപ്പം മനിൽ മുദരിസ, മനിൽ മുദരിസത്തു. ഇത് തൂ തന്നെയാണ്, കാരണം ക്വസ്റ്റ്യൻ വേർഡ് ഒരിക്കലും എന്താണ്, മൻ ഒരിക്കലും ഇതിന്റെ ഇറാബിനെ ചേഞ്ച് ചെയ്യൂല. അപ്പൊ മനിൽ മുദരിസത്തു ഇൻ ഫീ ദാറ്റ് ക്ലാസ് ദാലിക്കൽ ഫസ്ലി. കാരണം ഇവിടെ ഫീ വന്നത് കൊണ്ട് ഫസ്ല് ഫസ്ലി ആവും അല്ലേ. ദാലിക്കക്ക് യാതൊരു മാറ്റവും വരില്ല, ദാറ്റ് ആണ്. അതുകൊണ്ട് ദാലിക്ക, ഫസ്ല് പുല്ലിംഗ ആയതുകൊണ്ടാണ് ദാലിക്ക ദാറ്റ് യൂസ് ചെയ്തത്, അല്ലെങ്കിൽ തിൽക്ക യൂസ് ചെയ്തതിന്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സോറി, ഇതിന്റെ ആൻസർ. She is this short Pakistani teacher. Okay. She is this short Pakistani teacher. ഷോർട്ടിന്റെ വാക്ക് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഖസീർ, ഖാഫ് സ്വാദ് റ, ഖസീർ. ഓക്കെ, അപ്പം ഷീ ഇസ് ദിസ് പാകിസ്ഥാനി ടീച്ചർ, അവൾ ഈ പാകിസ്ഥാനി, ഈ ചെറിയ അല്ലെങ്കിൽ ഹൈറ്റ് കുറഞ്ഞ പാകിസ്ഥാനി ടീച്ചർ ആണ്. ഓക്കെ, അല്ലെങ്കിൽ ആ ടീച്ചർ ആരാന്നാ ചോദിച്ചത്. അപ്പൊ ടീച്ചർ ഈ ഹൈറ്റ് കുറഞ്ഞ അല്ലെങ്കിൽ ഷോർട്ട് ആയിട്ടുള്ള പാകിസ്ഥാനി ടീച്ചർ ആണ്. എഴുതിക്കോളോ. ഓക്കെ, അപ്പം ഷീ അല്ലേ. ഷീ ഇവിടെ യൂസ് ചെയ്യാൻ കാരണം ഇവിടെ നമുക്ക് മുദരിസ ആയിരുന്നു തൊട്ട് മുമ്പ് കേട്ടോ. അപ്പം ആ ഒരു ഫീമെയിൽ ടീച്ചറെ റെഫർ ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ ഷീ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഹിയ. ഓക്കെ, ഈസ് നമ്മൾ എഴുതുന്നില്ല. ദിസ് ടീച്ചർ ആയതുകൊണ്ട് ഹാദിഹി തന്നെ അല്ലേ, ഹാദ പറ്റൂല. ഇനി ഷോർട്ട് പാകിസ്ഥാനി എന്ന് പറയുന്നത് വിശേഷനാണ്, ദിസ് ടീച്ചറാണ് നമുക്ക് എഴുതേണ്ടത് അല്ലേ. അപ്പം ദിസ് ടീച്ചർ നമ്മൾ എങ്ങനെ എഴുതും, ഹാദിഹിൽ മുദരിസത്തു. ഇവിടെ മുദരിസത്തുവിന് മർഫോ അല്ലാതിരിക്കാൻ ഒരു കാരണവും ഇല്ല. അപ്പം ഹാദിഹിൽ മുദരിസത്തു. ഇനി ഈ രണ്ട് വിശേഷണം കൂടെ കൊണ്ടുവരണം. നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു കൺട്രി ഒറിജിൻ ഉണ്ടെങ്കിൽ ആ വിശേഷനാണ് സാധാരണ ആദ്യം കൊടുക്കുക അല്ലെ. അപ്പൊ മുദരിസത്തുൽ പാകിസ്ഥാനിയത്തു അൽ ഖസീറത്തു. ഈ പാകിസ്ഥാനിയത്തു എങ്ങനെ വന്നു എന്നൊന്നും ഞാനിപ്പം എക്സ്പ്ലെയിൻ ചെയ്യുന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇസ്മുൻ നിസ്ബ അറിയാം, എക്സാമിന് പഠിച്ചിട്ടുണ്ടാവും. ഇനി കൺഫ്യൂഷൻ ഉള്ളവർ ആ പാർട്ടൊന്ന് കേട്ട് നോക്കാം ക്ലാസ്സുകളൊക്കെ ഇൻഷാ അല്ലാഹ്. അപ്പം ഹിയ ഹാദിഹിൽ മുദരിസത്തുൽ പാകിസ്ഥാനിയത്തു അൽ ഖസീറത്തു. അടുത്ത ക്വസ്റ്റ്യൻ, വേർ ആർ ദ ടോൾ മെൻ?
വേർ ആർ ദ ടോൾ മെൻ. എവിടെയാണ് ആ ഹൈറ്റ് കൂടിയ പുരുഷന്മാർ? ഓക്കെ. ടോളിന്റെ വാക്ക് തൊവീലുൻ, പുരുഷൻ റജുലൻ. അപ്പം എഴുതിക്കോ. ടോൾ മെൻ ആണ്, പുരുഷന്മാരാണ്. എവിടെയാണ് ആ നീളം കൂടിയ പുരുഷന്മാർ, ഹൈറ്റ് കൂടിയ പുരുഷന്മാർ? റജുലുന്റെ പ്ലൂരൽ റിജാൽ. സിമ്പിൾ ആണ്. വേർ ഐന അല്ലെ, ആർ നമ്മൾ എഴുതുന്നില്ല. ദ ടോൾ മെൻ, ആദ്യം നമ്മൾ ദ മെൻ എഴുതും, എന്നിട്ട് ടോൾ വിശേഷണം എഴുതും. ദ മെൻ എന്ന് പറഞ്ഞാൽ, ദ മാൻ എന്ന് പറഞ്ഞാൽ അറജുലോ, ദ മെൻ എന്ന് പറഞ്ഞാൽ അരിജാലോ. ടോൾ തൊവീല്, മെന്നിന്റെ പ്ലൂരൽ ആക്കേണ്ടതുകൊണ്ട് തൊവീലൂന. അപ്പം അയിന റിജാല് തൊവീലൂന. ഓക്കെ. അടുത്തത്, ദേ ആർ സിറ്റിംഗ് ഓൺ ദാറ്റ് ഓൾഡ് ടേബിൾ. അവർ ആ പഴയ മേശയുടെ മേലെ ഇരിക്കുന്നവരാണ്. ദേ ആർ സിറ്റിംഗ് ഓൺ ദാറ്റ് ഓൾഡ് ടേബിൾ. ദേ ആർ സിറ്റിംഗ് ഓൺ ദാറ്റ് ഓൾഡ് ടേബിൾ. സിറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, ഇസ്മ ഫായില് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ദേ ആർ സിറ്റിംഗ് ഓൺ ദാറ്റ് ഓൾഡ് ടേബിൾ, അത് എഴുതിക്കോളാം. ഇവിടെ ദേ ആരെയാണ് റെഫർ ചെയ്തതെന്നും കൂടെ നോക്കണം കേട്ടോ. അരിജാലിനെയാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള പ്രൊനൗൺ ആയിരിക്കണം യൂസ് ചെയ്യുന്നത്. ഞാൻ കുറേ ക്ലൂസ് തരുന്നത് നിങ്ങൾക്ക് ഗ്യാപ്പ് വന്നതുകൊണ്ടാണ്, വാക്കുകളും ഒക്കെ പറഞ്ഞു തരുന്നത്. ഇനി അങ്ങോട്ട് അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, എങ്ങനെ എഴുതാം? ദേ അല്ലേ, ദേ എന്ന് പറയുന്നത് ഇവിടെ റിജാലാണ്, പുല്ലിംഗ ബഹുവചനാണ്, അതുകൊണ്ട് ഹും. ആർ നമ്മൾ എഴുതുന്നില്ല. സിറ്റിംഗ്, സിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ജാലിസിനാണ്. ഇവിടെ പുല്ലിംഗ ബഹുവചനം യൂസ് ചെയ്തത് കൊണ്ട് ജാലിസൂന, ഹും ജാലിസൂന ഓൺ അല. ദാറ്റ് ടേബിൾ, ദാറ്റ് ടേബിൾ ഓൾഡ് അല്ലെ, ദാറ്റ് ടേബിൾ പ്ലസ് ഓൾഡ് വിശേഷണം. ദാറ്റ് ടേബിൾ നമ്മൾ എങ്ങനെ എഴുതും? തിൽക്ക, കാരണം ടേബിൾ എന്ന് പറയുന്നത് ത്വാവിലത്താണ്, ത്വാവിലത്ത് സ്ത്രീലിംഗാണ്, അതുകൊണ്ട് തിൽക്ക, അത് അല്ലെ, ദാലിക്ക യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ദാറ്റ് ടേബിൾ എന്ന് പറഞ്ഞാൽ തിൽക്കത്വാവില, അല ഉള്ളത് കൊണ്ട് തിൽക്കത്വാവിലത്തി. പിന്നെ ഓൾഡ് എഴുതണം അല്ലെ, ഓൾഡിന്റെ വാക്ക് പദീമാണ്. ത്വാവിലത്തി സ്ത്രീലിംഗ ആയതുകൊണ്ട് പദീമത്തി. അൽ വേണം, കെസ്ര വേണം, താ വേണം. ഓക്കെ. അപ്പം ഹും ജാലിസൂന അലാ തിൽക ത്വാവിലത്തിൽ ഖദീമത്ത്. ഇങ്ങനെ ഓരോ വാക്കായിട്ട് എടുത്ത് നോക്കുമ്പോൾ ഈസിയാണ്. നമ്മൾ അങ്ങനെ എഴുതി പോയാൽ മതി. എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇറാബ് ചേഞ്ച് ഉള്ളതൊക്കെ ഒന്ന് നോക്കി ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അടുത്തത്, വേർ ഇസ് ദിസ് ബ്യൂട്ടിഫുൾ സ്റ്റുഡന്റ് ഫ്രം? വേർ ഇസ് ദിസ് ബ്യൂട്ടിഫുൾ സ്റ്റുഡന്റ് ഫ്രം? ഈ സുന്ദരിയായ അല്ലെങ്കിൽ ഭംഗിയുള്ള വിദ്യാർത്ഥിനിയാണ്, ഇത് ഫീമെയിൽ ആണ്. ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട് ഫീമെയിൽ ആണ് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. ഇപ്പൊ ഹാൻസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൽ ആയനെ. അപ്പം എവിടെ നിന്ന്, ഈ ഭംഗിയുള്ള വിദ്യാർത്ഥിനി എവിടെ നിന്ന് ആണ്? ഈ ഭംഗിയുള്ള വിദ്യാർത്ഥിനി എവിടെ നിന്ന് ആണ്? എഴുതിക്കോളാം. ഓക്കെ,
വേർ ഫ്രം എന്നുള്ളത് നമ്മൾ പഠിച്ചിരുന്നു മിൻ ഐന അല്ലെ. എവിടെ നിന്നാന്ന് പറയുമ്പോൾ മിൻ ഐന, ആരിൽ നിന്ന്, മിമ്മൻ, മിൻ പ്ലസ് മൻ, മിമ്മൻ, മിൻ ഐന ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ വേർ ഫ്രം ആവുമ്പോൾ മിൻ ഐന. ദിസ് ബ്യൂട്ടിഫുൾ സ്റ്റുഡന്റ്, ഈസ് നമ്മൾ എഴുതുന്നില്ല, വേർ ഫ്രം നമ്മൾ ഓൾറെഡി എഴുതി, മിൻ മൻ അല്ലെങ്കിൽ സോറി മിൻ ഐന. ഇനി ദിസ് ബ്യൂട്ടിഫുൾ സ്റ്റുഡന്റിന് ആദ്യം നമ്മൾ ദിസ് സ്റ്റുഡന്റ് എഴുതും, ബ്യൂട്ടിഫുൾ എന്നുള്ള വിശേഷണം അത് കഴിഞ്ഞിട്ട് എഴുതും. ദിസ് സ്റ്റുഡന്റിൽ സ്റ്റുഡന്റ് ഫീമെയിൽ ആണ്, ഓക്കെ, സിംഗുലർ ഫീമെയിൽ ആണ്. അപ്പം ഹാദിഹി ത്വാലിബത്തു, ഇവിടെ ത്വാലിബത്തി ആവാനോ അല്ലെങ്കിൽ ത്വാലിബത്ത ആവാൻ റീസൺ ഒന്നുമില്ല, ബിക്കോസ് മിൻ ഐനയാണ്. ജസ്റ്റ് ഇവിടെയാണ്, ഇവിടെ മിൻ ആയിരുന്നെങ്കിൽ നമുക്ക് ഹാദിഹി ത്വാലിബത്തി എന്നായനെ. മിൻ ഐന ആവുമ്പോൾ ചേഞ്ച് ആവില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പം മിൻ ഐന ഹാദിഹി ത്വാലിബത്തു. ഇനി ത്വാലിബക്ക് വിശേഷണം എഴുതണം. എങ്ങനെ എഴുതും? അൽ ജദീദത്തു. ത്വാലിബത്തു എന്ന് പറയുന്നത് സ്ത്രീലിംഗ ഏകവചനം എന്താണ്, മർഫു. അപ്പം അതേപോലെ അൽ ജദീദ, സോറി അൽ ജദീദ അല്ല, ബ്യൂട്ടിഫുൾ ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ, ജമീല. അൽ ജമീലത്തു. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ എഴുതി. ഇനി അതിന്റെ ആൻസർ എന്താ നോക്കാം. വേർ ഇസ് ദിസ് ബ്യൂട്ടിഫുൾ സ്റ്റുഡന്റ് ഫ്രം എന്നാ പറഞ്ഞല്ലേ. ഷീ ഇസ് ഫ്രം എ ന്യൂ ഇന്ത്യൻ സ്കൂൾ ഇൻ ദിസ് സിറ്റി. ഷീ ഇസ് ഫ്രം എ ന്യൂ ഇന്ത്യൻ സ്കൂൾ ഇൻ ദിസ് സിറ്റി. ഷീ ഇസ് ഫ്രം എ ന്യൂ ഇന്ത്യൻ സ്കൂൾ ഇൻ ദിസ് സിറ്റി. അവൾ ഈ പട്ടണത്തിലെ അല്ലെങ്കിൽ ഈ നഗരത്തിലെ ഒരു പുതിയ ഇന്ത്യൻ സ്കൂളിൽ നിന്ന് ആണ്. അവൾ ഈ നഗരത്തിലെ, ഈ പട്ടണത്തിലെ ഒരു പുതിയ ഇന്ത്യൻ സ്കൂളിൽ നിന്ന് ആണ്. ഓക്കെ, എഴുതിക്കോ. ഇതിൽ ഏതെങ്കിലും വാക്ക് നിങ്ങൾക്ക് വേണ്ടതുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്ത്യൻ അറിയാം, സ്കൂൾ അറിയാം, സിറ്റി അറിയാം അല്ലെ. മദീന, ഹിന്ദ് ആണ് ഇന്ത്യ, അത് ഹിന്ദിയൻ എങ്ങനെ എഴുതാൻ നിങ്ങൾക്ക് അറിയാം, സ്കൂൾ മദ്രസ. അപ്പം എഴുതിക്കോ ഇൻഷാ അല്ലാ. ഓക്കെ, ഷീ, ഹിയ അല്ലെ. എന്തുകൊണ്ടാണ് ഇവിടെ ഷീ? ഇവിടെ ചോദിച്ചത് ത്വാലിബയെ പറ്റിയാണ് അല്ലെ, വിദ്യാർത്ഥിനിയെ പറ്റിയാണ്. അതുകൊണ്ട് ഷീ, ഹിയ. ഈസ് നമ്മൾ എഴുതുന്നില്ല. ഫ്രം, മിൻ. ഇനി എ ന്യൂ സ്കൂൾ, ന്യൂ ഇന്ത്യൻ സ്കൂൾ അല്ലെ. ഉണ്ട്, സ്കൂൾ ഉണ്ട്, ന്യൂ ഇന്ത്യൻ എന്ന് പറയുന്ന വിശേഷമുണ്ട്. ആദ്യം നമ്മൾ എ സ്കൂൾ എഴുതണം, മദ്രസ. മിൻ വന്നത് കൊണ്ട് മദ്രസത്തിൻ. ഓക്കെ, എ ആണ്, അൽ മദ്രസത്തി വരൂല, എ സ്കൂളാണ്, അപ്പൊ മദ്രസത്തുൻ ആണ്. മിൻ വന്നതുകൊണ്ട് മദ്രസത്തിൻ. ഇനി ഈ രണ്ട് വിശേഷണം എഴുതണം അല്ലെ, ന്യൂ ആൻഡ് ഇന്ത്യൻ. ആദ്യം നമ്മൾ ഇന്ത്യൻ എഴുതും, പിന്നെ ന്യൂ എഴുതും. ഇന്ത്യൻ, ഹിന്ദിയത്തിൻ, ഹിന്ദാണ് ഇന്ത്യ, അൽ ഹിന്ദു. അപ്പം അതിന് ഇസ്മ നിസ്ബ എഴുതുക എങ്ങനെയാന്ന് നമുക്കറിയാം. അപ്പം മദ്രസത്തിൻ, ഹിന്ദിയത്തിൻ, പിന്നെന്താ, ന്യൂ കൊടുക്കണം അല്ലെ, ജദീദത്തിൻ. എല്ലാം ഒരേ ഫോമാറ്റിൽ പോണം. പ്ലസ് ഇൻ ദിസ് സിറ്റി, ഫി ദിസ് സിറ്റി. സിറ്റി എന്താ, അൽ മദീന അല്ലെ, മദീന. മദീന എന്ന് പറയുന്നത് ഫീമെയിൽ ആണ്, അതുകൊണ്ട് ഹാദിഹി. അപ്പം ഫി ഹാദിഹിൽ മദീനത്തി, ഫി വന്നതുകൊണ്ട് മദീനത്തി. ഹാദിഹിക്ക് ചേഞ്ച് ഒന്നും വരൂല. ഹിയ മിൻ മദ്രസത്തിൻ ഹിന്ദിയത്തിൻ ജദീദത്തിൻ ഫി ഹാദിഹിൽ മദീനത്തി. ഇനി ഒരു ക്വസ്റ്റ്യനും ഒരു ആൻസറും കൂടെ ഇൻഷാ അല്ലാ.
Is this book from the short boy's house? ഈ പുസ്തകം ആ ചെറിയ, അതായത് ഹൈറ്റ് കുറഞ്ഞതാണ് കേട്ടോ, ഷോർട്ടാണ്, കസീറാണ് ഇവിടെ, ആ ചെറിയ അല്ലെങ്കിൽ ഷോർട്ട് ആയിട്ടുള്ള ആൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ആണോ? ഇസ് ദിസ് ബുക്ക് ഫ്രം ദ ഷോർട്ട് ബോയ്സ് ഹൗസ്? ഈ പുസ്തകം ആ ചെറിയ ദ ഷോർട്ട് ബോയ്സ് ആണ്, ആ ചെറിയ ആൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ആണോ? വലത് ആൺകുട്ടി, ബുക്ക് കിതാബ്, ഹൗസ് ബൈത്ത്, അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. പിന്നെ ഷോർട്ട് ഫസീർ. എഴുതിക്കോ. ഇവിടെ ഇദാഫ ഉണ്ട്, അതുകൊണ്ട് എഴുതുമ്പോൾ ശ്രദ്ധിച്ച് എഴുതണം. ഓക്കെ, അപ്പം നോക്കാം. ഈസ് ദിസ് ക്വസ്റ്റ്യൻ ആണല്ലേ, ഈസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഹൽ. ഇനി ദിസ് ബുക്ക്, ദിസ് ബുക്ക് എന്ന് പറയുമ്പോൾ ബുക്കിന്റെ വാക്ക് കിതാബാണ്, പുല്ലിംഗാണ്, അതുകൊണ്ട് ഹാദ. ഓക്കെ, ഹാദൽ കിതാബു. ഹൽ ഹാദൽ കിതാബു. ഇവിടെ മർഫു ആണ്, മർഫു അല്ലാതിരിക്കാൻ യാതൊരു റീസണും ഇല്ല. അപ്പൊ ഹൽ ഹാദൽ കിതാബു, ഫൈൻ. ഫ്രം, മിൻ. ഓക്കെ, ഇനി ദ ഷോർട്ട് ബോയ്സ് ഹൗസ്. ഇവിടെ ദ ബോയ്സ് ഹൗസ് അല്ലേ, എന്നിട്ട് ഷോർട്ട് അതിന്റെ വിശേഷനാണ്. അതിന്റെ വിശേഷം എന്ന് പറയുമ്പോൾ ഇവിടെ ബോയുടെ വിശേഷനാണ് ഷോർട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇദാഫ വരുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഇദാഫ കൺസ്ട്രക്ഷൻ ബോയ്സ് ഹൗസ് എന്ന് എഴുതും അല്ലേ. അവിടെ ദ ഉള്ളത് കൊണ്ട് എന്താവണം, ബോയ്ക്ക് അൽ വരണം. അപ്പം ബൈത്തു വലതാണ് ബോയ്സ് ഹൗസ്. അപ്പം ദ ഉള്ളത് കൊണ്ട് ബൈത്തുൽ വലതി. ഓക്കെ, ഇനി ഇവിടെ ഒരു മിന്നും കൂടെ വന്നോണ്ട് മിൻ ബൈത്തിൽ വലതി. ഓക്കെ, ബൈത്തു വലദിൻ എന്ന് പറഞ്ഞാല് എ ആണ് അല്ലെ, എ ബോയ്സ് ഹൗസ് ആണ്. ഇവിടെ ദ ബോയ്സ് ഹൗസ് ആയതുകൊണ്ട് ബൈത്തുൽ വലതി. ഇവിടെ മിൻ വന്നത് കൊണ്ട് മിൻ ബൈത്തിൽ വലതി. ഓക്കെ, അത് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല, തെറ്റെന്താന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ നമ്മളിങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് എടുത്തു നോക്കുക. ബോയ്സ് ഹൗസ്, എ ബോയ്സ് ഹൗസ് ആണെങ്കിൽ ബൈത്തു വലദിൻ, ദ ബോയ്സ് ഹൗസ് ആണെങ്കിൽ ബൈത്തുൽ വലതി, മിൻ വന്നത് കൊണ്ട് മിൻ ബൈത്തിൽ വലതി. ഇനി ഇവിടെ ഷോർട്ട്, ഷോർട്ട് എന്ന് പറയുന്നത് ബോയുടെ വിശേഷനാണ്, കസീർ അല്ലെ. അപ്പൊ ബോയിന്റെ സ്റ്റൈലും വേണം, എന്താ ഇതും വേണം, മജ്റൂറും വേണം. അൽ ഖസീരി. ഓക്കെ, മിൻ ബൈത്തിൽ വലദിൽ ഖസീരി. ഇവിടെ ഈ ഒരു സംഭവത്തിന് വേണമെങ്കിൽ ഷോർട്ട് ഹൗസ് എന്ന് പറയാം, ബിക്കോസ് ഈ അൽ ഖസീരി ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഷോർട്ട് ഹൗസ് എന്നുള്ള ഒരു യൂസേജ് അല്ലേ, നീളം കുറഞ്ഞ വീടെന്ന് അങ്ങനെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് അതിനെ ഒഴിവാക്കാന്ന് മാത്രം. കാരണം ഈ ഒരു ഖസീറിന്റെ ഒരു ഫോമാറ്റ് വെച്ചിട്ട് ഇതിന് രണ്ടിനും സിഫ ആവാനുള്ള ക്വാളിറ്റി ഇതിനുണ്ട്. ഓക്കെ, രണ്ടും മജ്റൂറാണ്. ഓക്കെ, രണ്ടും സപ്പോസ് ടു ബി എന്താണ്, ഡെഫിനിറ്റ് ആണ് അല്ലെ. ഇവിടെ ഡെഫിനിറ്റ് എഴുതാൻ പാടില്ലാത്തതുകൊണ്ട് എഴുതുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷെ ഇതും ഡെഫിനിറ്റ് ആണ്. പ്ലസ് രണ്ടും പുല്ലിംഗോ ആണ്. അതുകൊണ്ട് ഈ ഖസീർ എന്ന് പറയുന്ന വിശേഷണം വലതിനും റജലിനും നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എഴുതാവുന്നതാണ്. ഇവിടെ നമ്മൾ തിരിച്ച് ട്രാൻസ്ലേഷൻ ആയതുകൊണ്ട് കൺഫ്യൂഷൻ ഒന്നുമില്ല. അതായത് ഇംഗ്ലീഷിൽ നിന്നും അറബിയിലേക്ക് എഴുതുന്നതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ ഒന്നും ഇല്ല. അപ്പം ഈ ഒരു ക്വസ്റ്റ്യന് ആൻസറും കൂടെ എഴുതാം. നോ, ഷുവർലി ഇറ്റ് ഈസ് ഫ്രം ദ ഹൗസ് ഓഫ് എ ബ്യൂട്ടിഫുൾ ഗേൾ ഇൻ ഹിസ് ക്ലാസ്. നോ, ഷുവർലി അല്ല, നിശ്ചയമായും. ഇറ്റ് ഈസ് അത്, ഇവിടെ എന്താണ് അത്, ബുക്ക് അല്ലെ. ഇറ്റ് ഈസ് ഫ്രം എ, ഇറ്റ് ഈസ് ഫ്രം എ ഹൗസ്
of a beautiful girl in his class. അല്ല, നിശ്ചയമായും അതെന്ന് പറയുന്നത് ഇവിടെ ബുക്കാണ്. എന്താണ്? ഹാദൽ കിതാബ്. ഓക്കെ, ഹാദൽ കിതാബ് എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആൻസർ നമ്മൾ ഹാദൽ കിതാബിൽ തന്നെ പറയും. നിശ്ചയമായും ഈ പുസ്തകം എവിടുന്നാണ്? എന്താണ്? എ ഹൗസ് ഓഫ് എ ബ്യൂട്ടിഫുൾ ഗേൾ, അല്ലെ? ഒരു ഭംഗിയുള്ള പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നാണ്. ആ പെൺകുട്ടി എവിടെയുള്ളതാണ്? ഇൻ ഹിസ് ക്ലാസ്, അവന്റെ ക്ലാസ്സിലുള്ള. അപ്പൊ അവന്റെ ക്ലാസ്സിലുള്ള ഒരു ഭംഗിയുള്ള പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ആണ്. അപ്പൊ ഓരോ വാക്കുകൾ എടുത്ത് എഴുതി നോക്കാം. നിശ്ചയമായും ഉണ്ട്, അത് മറന്നോണ്ട. ഇവിടെ ആൻസർ ഹാദൽ കിതാബ് യൂസ് ചെയ്തിട്ട് തന്നെ എഴുതുക, അതിന്റെ പ്രൊനൗൺ യൂസ് ചെയ്യണ്ട. ഓക്കെ, നിശ്ചയമായും ദിസ് ബുക്ക് എന്ന് തന്നെ എഴുതിക്കോ. ഞാൻ ഇറ്റ് എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, ഞാൻ അതിനെ ദിസ് ബുക്ക് എന്നാക്കണേ. ഷോർലി ഇറ്റ് എന്നുള്ളതിന് പകരം ഷോർലി ദിസ് ബുക്ക് എന്ന് തന്നെ എഴുതട്ടെ. അതേപോലെ തന്നെ എഴുതാം. ഓക്കെ, അപ്പം നോ അല്ല, ല. ഓക്കെ, ഷോർലി ഇന്ന, നിശ്ചയമായും. ദിസ് ബുക്ക് ഹാദൽ കിതാബ, ഇന്ന വന്നത് കൊണ്ടാണ് ഹാദൽ കിതാബ ആയത്. ഓക്കെ, ഹാദൽ കിതാബു ആവേണ്ടത് ഹാദൽ കിതാബ ആയത് ഇന്ന വന്നതുകൊണ്ട്. ഇന്ന ഹാദൽ കിതാബ ഫ്രം, ഈസ് നമ്മൾ എഴുതുന്നില്ല. ഫ്രം മിൻ എ ഹൗസ് ഓഫ് എ ബ്യൂട്ടിഫുൾ ഗേൾ. എ ഹൗസ് ഓഫ് എ ബ്യൂട്ടിഫുൾ ഗേൾ. ആക്ച്വലി ഹൗസ് ഓഫ് എ ഗേൾ എഴുതിയിട്ട് ഗേളിനെ ബ്യൂട്ടിഫുൾ ആക്കാണ് വേണ്ടത്, അല്ലെ? അപ്പൊ ഹൗസ് ഓഫ് എ ഗേൾ എന്ന് പറഞ്ഞാല്, എ ഹൗസ് ഓഫ് എ ഗേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബൈത്തു ബിൻതിൻ. ഓക്കെ, ബൈത്തു ബിൻതിൻ. ബൈത്തുൽ ബിൻതി അല്ല, ദ ബ്യൂട്ടിഫുൾ അല്ല, എ ബ്യൂട്ടിഫുൾ ആണ്. എ ഹൗസ് ഓഫ് എ ബ്യൂട്ടിഫുൾ ആണ്. അപ്പം ബൈത്തു ബിൻതിൻ, ഒരു പെൺകുട്ടിയുടെ വീട്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ഭംഗിയുള്ള വീട് എന്നാ പറഞ്ഞത്. അപ്പൊ ബൈത്തു ബിൻതിൻ എന്നുള്ളത് മിൻ വന്നതുകൊണ്ട് മിൻ ബൈത്തി ബിൻതിൻ എന്നായി. ഓക്കെ, ഇനി ജമീലത്തിൻ. ജമീലത്തിൻ എന്ന് പറയുന്നത് പെൺകുട്ടിയുടെ വിശേഷണമാണ്, അല്ലെ? അപ്പം ബിൻതിന്റെ അതേ ഫോമാറ്റിൽ ജമീലത്തിൻ. ഓക്കെ, ബൈത്തിൻ ബിൻതിൻ ജമീലത്തിൻ, സ്ത്രീലിംഗം, മജ്റൂർ, തൻവീനം, അൽവാണ്ട. ഇൻ ഹിസ് ക്ലാസ്, ഇൻ ഫി ക്ലാസ്, ഫസ്ല് ഹി, ഹിസ് എന്ന് പറയുമ്പോൾ ഫസ്ലുഹു എന്നുള്ളത് ഫി വന്നതുകൊണ്ട് ഫസ്ലിഹി എന്നായി. ലാ ഇന്ന ഹാദൽ കിതാബ മിൻ ബൈത്തി ബിൻതിൻ ജമീലത്തിൻ ഫി ഫസ്ലിഹി. അപ്പൊ അത്രയാണ് നമ്മളുടെ എക്സാമ്പിൾസ്. നമുക്കൊരു കുഞ്ഞു കോൺസെപ്റ്റും കൂടെ കവർ ചെയ്തിട്ട് നിർത്തിയാലോ? അതോ ഇവിടെ വെച്ച് നിർത്തണോ? കുറച്ചും കൂടെ എടുക്കാം, അല്ലെ? ഇൻഷാ അല്ലാ. അപ്പൊ നമ്മളിവിടെ മതിയോ? ഓക്കെ, ഇൻഷാ അല്ലാ. ഹിയ എന്തുകൊണ്ടാണ് വന്നത്? എവിടെയാണ് നിങ്ങൾ ഹിയ എന്തുകൊണ്ടാണ് വന്നതെന്ന് ചോദിച്ചാൽ ഷീ ഇസ് ഇതിനകത്തായിരിക്കും, അല്ലെ? ഇവിടുത്തെ ഹിയ വന്നത് ടീച്ചർ ഫീമെയിൽ ആയതുകൊണ്ട്, മനിൽ മുദരിസത്തു എന്നുള്ള ടീച്ചറെ കുറിച്ച് ചോദിച്ചത് കൊണ്ടാണ് ഇവിടെ ഹിയ വന്നത്, അവൾ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഈ ഹാദ ഹാദിഹിനെ തന്നെ മുബ്തദ ഖബറാക്കി എഴുതുന്ന ഫോർമാറ്റ്. അതായത് നമ്മൾ പൊതുവെ ഏറ്റവും ആദ്യം പഠിക്കുക ഹാദ കിതാബുൻ ഹാദിഹി, അല്ല, ഹാദ കിതാബുൻ ഹാദിഹി ബിൻതുൻ എന്നൊക്കെയാണ്. ആ ഒരു ഇത് നമ്മളിപ്പോ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. ആ ഒരു കോൺസെപ്റ്റ് ആണ് അടുത്തത് ചെയ്യാനുള്ളത്. ഇൻഷാ അല്ലാ നമുക്ക് എന്നാലും അത് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഫസ്റ്റ് ക്ലാസ് തന്നെ ഓവർലോഡ് ആക്കുന്നില്ല. ഇത് ക്ലിയർ ആക്കാം. ഇത് ക്ലിയർ ആക്കാൻ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് മതി. പക്ഷേ ഇതിന് മുമ്പേ എടുത്ത് എന്തെങ്കിലും കോൺസെപ്റ്റ്സ് ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കിയിട്ട് വരണം അടുത്ത ക്ലാസ്സിൽ. കാരണം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഓരോ സെന്റൻസിലും നമ്മൾ പണ്ട് പഠിച്ചതൊക്കെ വരുന്നുണ്ട്, അല്ലെ?
ഇസ്മ ഫായില് വരുന്നുണ്ട്, ഇസ്മ നിസ്ബ വരുന്നുണ്ട്, മുദാഫ് ഇലേഹി വരുന്നുണ്ട്, പിന്നെ മജ്റൂറിന്റെ കണ്ടീഷൻസ് വരുന്നുണ്ട്, കൺട്രീസിന്റെ പേരിന്റെ റൂൾസ് വരുന്നുണ്ട്, എല്ലാം നമ്മൾ പഠിച്ചതൊക്കെ വരും ഇനി അങ്ങോട്ട്. അപ്പം അതൊക്കെ ഒന്നും കൂടെ ക്ലിയർ ആവും. പക്ഷെ അതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് തന്നെ വരണം കേട്ടോ. പുതിയ ആൾക്കാർ പറ്റുന്നതും പഴയതൊക്കെ ഓടിച്ചു വിട്ട് കേട്ട് കഴിയെങ്കിൽ ടെസ്റ്റുകളൊക്കെ എടുക്കുക. എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് ഓർഡർ ഞാനിപ്പം പറഞ്ഞുതരാം ഇൻഷാ അല്ലാ. മാഷാല്ല ലിയാനയാണ് ഇന്നലെ ആള് പുതിയതായിട്ട് ജോയിൻ ചെയ്തതാണ്. ഇതുവരെയുള്ളതെല്ലാം കവർ ചെയ്ത് ടെസ്റ്റുകളും എഴുതി കഴിഞ്ഞു എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാ. അപ്പം അതുപോലത്തെ ഒരു ഉഷാറ് കാണിച്ചാൽ നമുക്ക് അങ്ങനെ മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പം ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ് ഇൻഷാ അല്ലാ. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.